എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സബ്ജക്റ്റ് BCom BBA ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സബ്ജക്റ്റിലെ ഇൻഷുറൻസ് പാർട്ടിൽ നിന്നുള്ള എസ്സേ ആണ്. ഓൾറെഡി നമ്മൾ ബാങ്കിങ് പാർട്ടിൽ നിന്നും ചോദിക്കാവുന്ന 8ഓളം എസ്സേ ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ഒരു ഏരിയയിൽ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സബ്ജക്റ്റിലെ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന്, അതായത് അവസാനത്തെ 2 മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ എസ്സേ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം തന്നെ, വാട്ട് ഈസ് ആൻ ഇൻഷുറൻസ്? വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഇൻഷുറൻസ്? എന്താണ് ഇൻഷുറൻസ്? ഇൻഷുറൻസിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അക്കോർഡിംഗ് ടു ജോൺ മേഗി ഇൻഷുറൻസിന് കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ തന്നെ നമുക്ക് പഠിച്ചെടുക്കാം. ഇൻഷുറൻസ് ഈസ് എ പ്ലാൻ. പഠിച്ചോളൂ എൻ്റെ കൂടെ തന്നെ. ഇൻഷുറൻസ് ഒരു പ്ലാൻ ആണ്. വേർ ഇൻ പേഴ്സൺസ് കളക്റ്റീവ്ലി ഷെയർ ദ ലോസസ് ഓഫ് റിസ്ക് അല്ലെങ്കിൽ ലോസസ് കളക്റ്റീവ്ലി ഷെയർ ചെയ്യുന്ന ഒരു പ്ലാനിനെയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പം അത് 2 പാർട്ടായിട്ട് പഠിച്ചാൽ മതി. ജോൺ മെഗി കൊടുത്തിട്ടുള്ള ഡെഫിനിഷനാണ് ഇൻഷുറൻസ് ഈസ് എ പ്ലാൻ. അതൊരു പ്ലാൻ ആണ്. വേറിൻ പേഴ്സൺസ് കളക്റ്റീവ്ലി ഷെയർ ദ റിസ്ക് അല്ലെങ്കിൽ ഷെയർ ദ ലോസസ് ഓഫ് റിസ്ക്, അതിനെയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മളോട് എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഇൻഷുറൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എസെൻഷ്യൽസ്, ഇതൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. അപ്പം ഞാനിവിടെ പോയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന പോയിന്റ്സ്. ആ പോയിന്റ്സിന് ഒരു 1-2 വരി എക്സ്പ്ലനേഷനും കൂടെ കൊടുത്ത്, എക്സ്പ്ലനേഷൻ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കുക, അതൊന്നും ആരും വായിച്ചു നോക്കില്ല. ഈ പോയിന്റ്സ് ആദ്യം എഴുതുക, 10 പോയിന്റോ അല്ലെങ്കിൽ 15 പോയിന്റോ. അതിനുശേഷം ഒരു 2 ലൈൻ എക്സ്പ്ലനേഷൻ കൊടുത്ത് നിങ്ങൾ എസ്സേ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 ഔട്ട് ഓഫ് 10 ഈ ഒരു എസ്സേ ടോപ്പിക്കിൽ നിന്നും സ്കോർ ചെയ്യാവുന്നതാണ്. ഇൻഷുറൻസ് എന്താണെന്ന് പഠിച്ചു. ലെറ്റ്സ് സീ വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് ഇൻഷുറൻസ്. ഷെയറിംഗ് ഓഫ് റിസ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഇവാലുവേഷൻ ഓഫ് റിസ്ക് എത്രയാണെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്ഫർ ഓഫ് റിസ്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. സ്പ്രെഡിങ് ഓഫ് റിസ്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് റിസ്കിനെതിരെ പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. അപ്പം നമ്മുടെ ആദ്യത്തെ 5 ഫീച്ചേഴ്സ് റിസ്ക്കുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അതൊരു ഫ്ലോയിൽ തന്നെ പഠിച്ചു വെക്കൂ. ഈ വീഡിയോ പോസ് ചെയ്ത് 2 വട്ടം ഈ ഒരു റിസ്കിൻ്റെ പോയിന്റ്സ് കേട്ടിട്ട് വീഡിയോ പോസ് ചെയ്ത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി നോക്കൂ. ദെൻ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. 1 ഷെയറിംഗ് ഓഫ് റിസ്ക് ആണ്, റിസ്ക് ഷെയർ ചെയ്യുന്നു. 2 ഇവാലുവേഷൻ ഓഫ് റിസ്ക് ആണ്, റിസ്ക് ഇവാലുവേറ്റ് ചെയ്യുന്നു. 3 ട്രാൻസ്ഫർ ഓഫ് റിസ്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. 4-മത്തത് സ്പ്രെഡിംഗ് ഓഫ് റിസ്ക്. 5-മത്തത് പ്രൊട്ടക്ഷൻ ഓഫ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് എന്നൊന്നും വേണ്ട, പ്രൊട്ടക്ഷൻ ഓഫ് റിസ്ക് എന്ന് പഠിച്ചാൽ മതി. അപ്പം നമ്മൾ 5 ഫീച്ചേഴ്സ് പഠിച്ചു. ഷെയറിംഗ്, ഇവാലുവേഷൻ, ട്രാൻസ്ഫർ, സ്പ്രെഡിംഗ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് റിസ്ക്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് 6-മത്തെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. കോഓപ്പറേറ്റീവ് ഡിവൈസസ്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു കോപ്പറേറ്റീവ് ഡിവൈസ് ആണ്. ദെൻ ലാർജ് നമ്പർ ഓഫ് ഇൻഷുർഡ് പേഴ്സൺസ്. ഒരുപാട് ആളുകൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അത് ഇൻഷുറൻസിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരുപാട് ഇൻഷുർഡ് ഉണ്ട്. ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ദ പേഴ്സൺ ഹു ടേക്ക് ഇൻഷുറൻസ് പോളിസി എടുത്ത ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഷുർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ലാർജ് നമ്പർ ഓഫ് ഇൻഷുർഡ് പേഴ്സൺസ് ഉണ്ട്. ഇൻഷുറൻസ് ഈസ് നോട്ട് ചാരിറ്റി. ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ചാരിറ്റി അല്ല. ചാരിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ ഒരു ചാരിറ്റി പ്രവർത്തനം, ഒരു ചാരിറ്റി ആയിട്ടുള്ള ഒരു പ്രവർത്തനമല്ല ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഷുറൻസ് ഈസ് നോട്ട് ഗാംബ്ലിംഗ്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ഗാംബ്ലിങ്ങുമല്ല, ഒരു ചൂതാട്ടവുമല്ല. നമ്മൾ കുറച്ച് പൈസ കൊടുക്കുന്നു, അതിൽ നിന്ന് കുറച്ച് പൈസ ഉണ്ടാക്കുന്നു, അങ്ങനെയല്ലല്ലോ. ഈ ഗാംബ്ലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ചൂതാട്ടമൊക്കെ ചെയ്താൽ എല്ലാവർക്കും അതിൽ നിന്ന് ലാഭം ഉണ്ടാവില്ല, 1-2 ആൾക്കേ ഉണ്ടാവുള്ളൂ അല്ലേ? അതുപോലെയല്ല ഇൻഷുറൻസ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ 2 പോയിന്റ് ആണ് അടുത്ത 2 എണ്ണം. ഇൻഷുറൻസ് ഈസ് നോട്ട് ചാരിറ്റി. ഇൻഷുറൻസ് ഒരു ചാരിറ്റി അല്ല. ഇൻഷുറൻസ് ഈസ് നോട്ട് ഗാംബ്ലിംഗ്. ഇൻഷുറൻസ് എന്തുമല്ല, ഗാംബ്ലിങ്ങുമല്ല. എ കോൺട്രാക്ട്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റ് ആണ്. അതായത് ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തിയും ഇൻഷുറൻസ് കമ്പനിയും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് എന്ത്? ഇൻഷുറൻസ്. നിങ്ങൾക്ക് ഈ ഒരു നഷ്ടം സംഭവിച്ചാൽ ആ നഷ്ടം നമ്മൾ നികത്തിത്തരും അല്ലെ? ലൈഫ് ഇൻഷുറൻസ് ഒഴികെ ബാക്കി എല്ലാ നഷ്ടത്തിലും ആ നഷ്ടം നമ്മൾ നികത്തിത്തരും എന്നുള്ള രീതിയിലുള്ള ഇൻഷുർഡും ഇൻഷുററും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് ഇൻഷുറൻസ്. അപ്പോൾ ഇൻഷുറൻസ് ഒരു കോൺട്രാക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. സോഷ്യൽ ഡിവൈസ്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഡിവൈസ് ആണ്.
ദെൻ ബേസ്ഡ് ഓൺ സെർട്ടൈൻ പ്രിൻസിപ്പിൾ. ഇൻഷുറൻസ് ചില തത്വങ്ങളുണ്ട്, നമ്മൾ പഠിക്കാനുണ്ടല്ലേ, എസ് എ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ചില തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉള്ളതാണ്. അടുത്തതാണ് റെഗുലേഷൻ അണ്ടർ ദ ലോ. ഇൻഷുറൻസ് വെറുതെ അല്ല. ഇന്ത്യയിൽ ഇൻഷുറൻസിന് കൃത്യമായ കംപ്ലൈൻസസുകളുണ്ട്, അതായത് നിയമങ്ങളുണ്ട്, ലോ ഉണ്ട്. ബേസ്ഡ് ഓൺ മ്യൂച്വൽ ഗുഡ് വിൽ. ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തിയുടെയും ഇൻഷുറൻസ് കമ്പനിയുടെയും തന്നെ ഒരു മ്യൂച്വൽ ഗുഡ് വില്ലിനെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഇൻഷുറൻസ് പ്രവർത്തിക്കുന്നത്. ഇൻഷുറൻസ് ഈസ് ഫോർ പ്യുവർ റിസ്ക് ഓൺലി. ഇൻഷുറൻസിൽ പ്യുവർ റിസ്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പേയ്മെൻറ്റ് ഓഫ് ഹാപ്പനിങ് സ്പെസിഫൈഡ് ഇവൻറ്റ്. ഒരു പ്രത്യേക ഇവൻറ്റ് സംഭവിക്കുമ്പോഴാണ് ഇൻഷുറൻസ് കമ്പനി പേയ്മെൻറ്റ് കൊടുക്കുക. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നുണ്ട്. പ്രീമിയം പേയ്മെൻറ്റ് നടത്തണം. ദെൻ അൺസെർട്ടൈനിറ്റി റിഡക്ഷൻ. നമുക്കറിയാം നമ്മൾ എന്തിനാ ഇൻഷുറൻസ് എടുക്കുന്നത്? ഭാവിയിൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യം അനിശ്ചിതത്വമാണല്ലേ. നമുക്ക് ഇന്നിനെ കുറിച്ച് മാത്രമേ അറിയൂ. നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളത് നമ്മുടെ സ്വപ്നങ്ങളും അതുപോലെ തന്നെ ആഗ്രഹങ്ങളുമാണ്. പക്ഷേ അതേപോലെ സംഭവിക്കണമെന്നില്ല, കാരണം അൺസെർട്ടൈൻ ആണ്, അനിശ്ചിതത്വമാണല്ലേ. അപ്പം നാളെ ഉള്ള ആ ഒരു അൺസെർട്ടൈനിറ്റിയെ റിഡക്റ്റ് ചെയ്യാൻ ഇൻഷുറൻസിലൂടെ സാധിക്കും. ദെൻ പൂളിംഗ് ഓഫ് റിസോഴ്സസിനെ പൂൾ ചെയ്യുന്നു. അപ്പോൾ ഇനി ഇൻഷുറൻസിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എസ് എ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തകർത്ത് എഴുതാൻ മാത്രം പോയിന്റ്സ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു എസ് എ നന്നായിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് എളുപ്പമുള്ള ഒരു 10 പോയിന്റ്, എല്ലാവരും ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു 10 പോയിന്റ് എന്തൊക്കെയാണ് ഇൻഷുറൻസിൻ്റെ ഫീച്ചേഴ്സ്? 1, ഷെയറിംഗ് ഓഫ് റിസ്ക്. 2, ഇവാലുവേഷൻ ഓഫ് റിസ്ക്. 3, ട്രാൻസ്ഫർ ഓഫ് റിസ്ക്. 4, സ്പ്രെഡിങ് ഓഫ് റിസ്ക്. 5, പ്രൊട്ടക്ഷൻ ഓഫ് റിസ്ക്. ആ ഒരു 5 എണ്ണം നിങ്ങൾ പഠിച്ചോ. 6 നിങ്ങൾക്ക് ഇത് പഠിക്കാം, ഇൻഷുറൻസ് ഈസ് നോട്ട് ചാരിറ്റി. 7 ഇൻഷുറൻസ് ഈസ് നോട്ട് ഗാംബ്ലിംഗ്. അപ്പോൾ 7 പോയിന്റായി. 8 നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന ഒന്നാണ് കോൺട്രാക്ട്. ഇൻഷുറൻസ് ഒരു കോൺട്രാക്റ്റ് ആണ്. 9 സോഷ്യൽ ഡിവൈസ് ആണ്. 10 നിങ്ങൾക്ക് പറയാം പ്രിൻസിപ്പൾസ്. ഇൻഷുറൻസ് ചില പ്രിൻസിപ്പളുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ 10 പോയിന്റ് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ 10 എണ്ണമല്ല. ഇതിലുള്ള എല്ലാ പോയിന്റും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് 10 മാർക്ക് കിട്ടും. ഇനി നമുക്ക് SA2 രണ്ടാമത്തെ എസ്സേയിലേക്ക് പോകാം. ഡിഫൈൻ ഇൻഷുറൻസ്, എക്സ്പ്ലെയിൻ ദി ഫങ്ഷൻസ് ഓഫ് ഇൻഷുറൻസ്. ഇതും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇൻഷുറൻസ്? ഇൻഷുറൻസിൻ്റെ ഫങ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനും. ഇൻഷുറൻസ് എന്താണെന്നുള്ളത് നമ്മൾ ജോൺ മെഗി കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞു. ഇൻഷുറൻസ് ഈസ് എ പ്ലാൻ. ഇൻഷുറൻസ് ഒരു പ്ലാൻ ആണ്. വെറിൻ പേഴ്സൺസ് കളക്റ്റീവ്ലി ഷെയർ ദ ലോസസ് ഓഫ് റിസ്ക്. അതായത് റിസ്ക് മൂലമുണ്ടാകുന്ന ലോസസ് നമ്മൾ കളക്റ്റീവ്ലി ഷെയർ ചെയ്യുകയാണ് ആളുകൾ. അത്തരത്തിലുള്ള ഒരു പ്ലാനിനെയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ മലയാളമൊന്നും ഞാൻ പറയുന്നില്ല. ജോൺ മെഗിയുടെ ആ ഒരു ഡെഫിനിഷൻ അതേപോലെ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എവിടെയെങ്കിലും ഇൻഷുറൻസിൻ്റെ ഒരു ഡെഫിനിഷനോ മീനിങ്ങോ എഴുതേണ്ടി വരും. കാരണം എന്താ, ഇൻഷുറൻസിന് എസ്സേയോ ഷോർട്ട് എസ്സേയോ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ മുന്നേ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇൻഷുറൻസിൻ്റെ മീനിങ്ങോ ഡെഫിനിഷനോ എഴുതണം. അപ്പോൾ അതെല്ലാവരും പഠിച്ചോളൂ. ഇൻഷുറൻസ് ഒരു പ്ലാൻ ആണ് വെറിൻ പേഴ്സൺസ് ആർ കളക്റ്റീവ്ലി ഷെയർ ദ ലോസസ് ഓഫ് റിസ്ക്. ഇനി നമുക്ക് ഇൻഷുറൻസിൻ്റെ ഫങ്ഷൻസിനെ നമുക്ക് പ്രൈമറി ഫങ്ഷൻ എന്നും സെക്കൻഡറി ഫങ്ഷൻ എന്നും അതർ ഫങ്ഷൻ എന്നും 3 ഡിവൈഡ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? ഇൻഷുറൻസിൻ്റെ ഫങ്ഷൻസിനെ നമ്മൾ പ്രൈമറി, സെക്കൻഡറി, അതർ എന്ന് 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി ഫങ്ഷൻസ് എന്ന് പറയുന്നത് റിസ്ക് ട്രാൻസ്ഫറും റിസ്ക് പൂളിങ്ങും റിസ്ക് ഇവാലുവേഷനും ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷനും പീസ് ഓഫ് മൈൻഡുമാണ്. അപ്പോൾ ഇതാണ് പ്രൈമറി ഫങ്ഷൻസ്. അപ്പോൾ ഇത് ആൻസർ കീയിലുള്ള ആൻസർ ആണ്. പലപ്പോഴും ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പ്രീവിയസ് ഇയർ ആൻസർ കീ കളക്ട് ചെയ്ത് അതിലെ ആൻസേഴ്സ് ആണ് കൊടുക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. കാരണം നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ടെക്സ്റ്റിലുള്ള പോലെ ഒന്നും ആയിരിക്കില്ല ആൻസർ കീയിൽ ഉണ്ടാവും. അപ്പോൾ അത് തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ആൻസർ കീയിലുള്ള പോലെ എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ റിസ്ക് ട്രാൻസ്ഫർ ഉണ്ട്, റിസ്ക് പൂളിംഗ് ഉണ്ട്, റിസ്ക് ഇവാലുവേഷൻ ഉണ്ട്, ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ഉണ്ട്, പീസ് ഓഫ് മൈൻഡ് ഉണ്ട്. ദെൻ സെക്കൻഡറി ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അതോടൊപ്പം നിങ്ങളോട് പറയാനുള്ളത്, ജുറാസ് കൊമേഴ്സിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. ഇത്തരം നോട്ടുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ, ഷോർട്ട് നോട്ടുകൾ ആവശ്യമാണെങ്കിൽ, അല്ലെങ്കിൽ എസ്സേ, 2 മാർക്ക് അങ്ങനെ സെപ്പറേറ്റ് നോട്ട്സുകൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് ആവശ്യമാണെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ വീഡിയോയുടെ അവസാനം കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യുക. സെക്കൻഡറി ഫങ്ഷൻസ് ആണ് പ്രിവെൻറ്റിംഗ് ലോസസ്, പ്രൊവൈഡ്സ് ക്യാപിറ്റൽ, ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്, സോഷ്യൽ ബെനിഫിറ്റ്, കവറിംഗ് ലാർജ് റിസ്ക് വിത്ത് സ്മോൾ ക്യാപിറ്റൽ, ഡെവലപ്മെൻറ്റ് ഓഫ് ലാർജർ ഇൻഡസ്ട്രീസ്. ദെൻ
അതർ ഫങ്ഷൻസ് ആണ് സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ടൂളാണ്, മീഡിയം ഓഫ് ഏണിംഗ് ഫോറിൻ എക്സ്ചേഞ്ച്, റിസ്ക് ഫ്രീ ട്രേഡ് നടത്താം, എൻഹാൻസിങ് ക്രെഡിറ്റ്, പ്രൊമോട്ടിംഗ് എക്കണോമിക് ഗ്രോത്ത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫങ്ഷൻസ് ഓഫ് ഇൻഷുറൻസ് പഠിക്കാം. മൂന്നാമത്തതാണ് വാട്ട് ഈസ് ഇൻഷുറൻസ്, എക്സ്പ്ലെയിൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഞാൻ എല്ലാ ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. കാരണം ഈ ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസ് 10 മാർക്കിന് മാത്രമല്ല, എസ് എ ആയിട്ടും മാത്രമല്ല, 2 മാർക്കിന് ഇതിൽ ഓരോ പ്രിൻസിപ്പിളും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ 5 മാർക്കിന് ഇതിൽ ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിക്കാം. ഓക്കെ, ആദ്യം ഇൻഷുറൻസ് എന്താണെന്ന് നോക്കാം. ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോൺ മെഗി കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് നമ്മളവിടെ. ഇൻഷുറൻസ് ഈസ് എ പ്ലാൻ വേർ പേഴ്സൺസ് കളക്റ്റീവ്ലി ഷെയർ ദ ലോസസ് ഓഫ് റിസ്ക്. അല്ലേ, ഇനി ഞാനത് വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ദെൻ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് എന്തൊക്കെയാണ്? ഇത് പഠിച്ചേ മതിയാവുള്ളൂ. ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ്, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, ഇൻഡെംനിറ്റി, സബ്രൊക്കേഷൻ, പ്രോക്സിമേറ്റ് കോസ്, കോൺട്രിബ്യൂഷൻ, മിറ്റിഗേഷൻ ഓഫ് ലോസ്. ഇതാണ് ഇൻഷുറൻസിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇൻഷുറൻസിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് 7 എണ്ണമാണുള്ളത്. ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ്, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, ഇൻഡെംനിറ്റി, സബ്രൊക്കേഷൻ, പ്രോക്സിമേറ്റ് കോസ്, കോൺട്രിബ്യൂഷൻ, മിറ്റിഗേഷൻ ഓഫ് ലോസ്. ഇനി ഓരോ പ്രിൻസിപ്പിളും എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രിൻസിപ്പിളാണ് ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ്. ദ ഇൻഷുർഡ് മസ്റ്റ് ഹാവ് ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് ഇൻ ദി സബ്ജക്ട് മാറ്റർ ഓഫ് ദി ഇൻഷുറൻസ്. ഒരു വ്യക്തി ഇൻഷുറൻസ് എടുക്കാൻ പോകുമ്പോൾ ആ വ്യക്തിക്ക് അതിൽ താല്പര്യമുണ്ടാകണം. ഒരു വ്യക്തിയെ നിർബന്ധിച്ചോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ ഒന്നും തന്നെ ഇൻഷുറൻസ് പോളിസി എടുക്കാൻ പാടില്ല. അതായത് ഇൻഷുർഡിന് അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തിക്ക് ആ ഒരു ഇൻഷുറൻസിൻ്റെ സബ്ജക്ട് മാറ്ററിനെ കുറിച്ചും, അതായത് എന്ത് ടൈപ്പ് ഇൻഷുറൻസ് ആണ് എടുക്കുന്നത്, ഹെൽത്ത് ഇൻഷുറൻസ് ആണോ, ഫയർ ഇൻഷുറൻസ് ആണോ, ജനറൽ ഇൻഷുറൻസ് ആണോ, ലൈഫ് ഇൻഷുറൻസ് ആണോ, മെറൈൻ ഇൻഷുറൻസ് ആണോ, അങ്ങനെ എന്ത് ഇൻഷുറൻസ് ആണോ എടുക്കുന്നത് ആ ഇൻഷുറൻസിൻ്റെ സബ്ജക്ട് മാറ്ററിനെ കുറിച്ചും ആ ഇൻഷുറൻസ് എടുക്കാനുമുള്ള താല്പര്യം ഉണ്ടാകണം. അതാണ് ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളിൽ പറയുന്നത്. അതായത് ദ ഇൻഷുർഡ് മസ്റ്റ് ഹാവ് ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് ഇൻ ദി സബ്ജക്ട് മാറ്റർ ഓഫ് ദ ഇൻഷുറൻസ്. ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തിക്ക് ആ ഒരു ഇൻഷുറൻസ് പോളിസിയിലും അതിൻ്റെ സബ്ജക്ട് മാറ്ററിലും പരിപൂർണ താല്പര്യം ഉണ്ടായിരിക്കണം. ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. It is essential that there must be utmost good faith and mutual confidence between insured and insurer. ഇൻഷുറൻസ് കമ്പനിയും ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തിയും തമ്മിൽ പരമമായ ഉത്തമ വിശ്വാസം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു ഇൻഷുറൻസ് കോൺട്രാക്ട് ഫുൾഫിൽ ചെയ്യുകയുള്ളൂ. അതാണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്തിൽ പറയുന്നത്. അതായത് ഇൻഷുർഡും ഇൻഷുററും, ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തിയും ഇൻഷുറൻസ് കമ്പനിയും തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും മ്യൂച്വൽ കോൺഫിഡൻസും, അതല്ലെങ്കിൽ ഒരു അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, പരമമായ ഉത്തമ വിശ്വാസം ഉണ്ടായിരിക്കണം. അതായത് ഇൻഷുറൻസ് എടുക്കാൻ പോകുന്ന വ്യക്തി യാതൊരു കാര്യവും മറച്ചു വെക്കരുത്. ഒരു ഉദാഹരണത്തിന്, ഒരു വ്യക്തി ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുകയാണ്. ആ വ്യക്തി ക്യാൻസർ ബാധിച്ചിട്ടുള്ള വ്യക്തിയാണ്. ആ വ്യക്തി അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ട് ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല. അത് നിയമവിരുദ്ധമാണ്. അതല്ലെങ്കിൽ ഒരു വ്യക്തി വീടിന് ഹോം ഇൻഷുറൻസ് എടുക്കുകയാണ്. ആ വ്യക്തിയുടെ വീട് എപ്പോൾ വേണമെങ്കിലും തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു ഗ്യാസ് ഗോഡൌണിന് തൊട്ടടുത്താണ് ആ വ്യക്തിയുടെ വീട്. അപ്പോൾ ആ ഒരു വ്യക്തി യാതൊരു കാരണവശാലും ഹോം ഇൻഷുറൻസ് അല്ലെങ്കിൽ ഫയർ ഇൻഷുറൻസ് എടുക്കുമ്പോൾ തൻ്റെ വീട് ആ ഒരു ഗ്യാസ് ഗോഡൌണിന് തൊട്ടടുത്താണെന്നുള്ള കാര്യം മറച്ചു വെക്കാൻ പാടില്ല. അതായത് ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തിയും ഇൻഷുറൻസ് കമ്പനിയും തമ്മിൽ പരമമായ ഉത്തമ വിശ്വാസം ഉണ്ടായിരിക്കണം. അതാണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്.
ദെൻ മൂന്നാമത്തതാണ് ഇൻഡംനിറ്റി പ്രിൻസിപ്പിൾ. ഇൻഡംനിറ്റി ഒക്കെ 2 മാർക്കിനും ചോദിച്ചു കാണാറുണ്ട്. ഇൻഡംനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് എക്സെപ്റ്റ് കോൺട്രാക്ട് ഓഫ് ലൈഫ് ഇൻഷുറൻസ് ഈസ് കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി. ലൈഫ് ഇൻഷുറൻസ് കോൺട്രാക്ട് ഒഴികെ മറ്റെല്ലാ കോൺട്രാക്റ്റുകളും കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റിയാണ്. അതായത് നഷ്ടം നികത്തി കൊടുക്കും. ലൈഫ് ഇൻഷുറൻസിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? നഷ്ടം നികത്തി കൊടുക്കാൻ സാധിക്കില്ല. കാരണം മരിച്ചുപോയ ഒരു വ്യക്തിയെ നമുക്ക് വീണ്ടും ജീവൻ നൽകി തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എക്സെപ്റ്റ് ലൈഫ് ഇൻഷുറൻസ് ഒഴികെയുള്ള ബാക്കി എല്ലാ ഇൻഷുറൻസ് പോളിസിയിലും നമുക്ക് എന്ത് ചെയ്യാം? നഷ്ടം നികത്തി കൊടുക്കാൻ ഇൻഷുറൻസ് കമ്പനിക്ക് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തി ഒരു ഹോം ഇൻഷുറൻസ് എടുത്തു. അപ്പോൾ ആ വ്യക്തിയുടെ വീട് നശിച്ചുപോയി. അപ്പോൾ ആ വ്യക്തിക്ക് എന്ത് ചെയ്യാം? ഇൻഷുറൻസ് കമ്പനി ആ വ്യക്തിക്ക് ആ ഒരു വീട് വെച്ച് കൊടുക്കാം. അങ്ങനെ ബാക്കി എല്ലാ ഇൻഷുറൻസിലും, അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ ഇൻഷുറൻസ് എടുത്തു, വണ്ടി ആക്സിഡന്റിൽ പറ്റി, നമുക്ക് ആ വണ്ടി അല്ലെങ്കിൽ വണ്ടിക്ക് തത്തുല്യമായ തുക നമുക്കൊക്കെ കൊടുക്കാൻ പറ്റും. എന്നാൽ ലൈഫ് ഇൻഷുറൻസിൽ അത് സാധ്യമല്ല. അതാണ് ഇൻഡംനിറ്റി എന്ന് പറയുന്നത്. എ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് എക്സെപ്റ്റ് കോൺട്രാക്ട് ഓഫ് ലൈഫ് ഇൻഷുറൻസ് ഈസ് കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി. അപ്പൊ നമ്മൾ ആദ്യത്തെ 3 പോയിന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തത് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ആണല്ലേ. ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തിയും ഇൻഷുറൻസ് കമ്പനിയും ആ ഒരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് എന്തുണ്ടായിരിക്കണം? ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് ആയിരുന്നു. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തിയും ഇൻഷുറൻസ് കമ്പനിയും തമ്മിൽ പരമമായ ഉത്തമ വിശ്വാസം ഉണ്ടായിരിക്കണം. മൂന്നാമത്തത് ഇൻഡംനിറ്റിയാണ്. ലൈഫ് ഇൻഷുറൻസ് ഒഴികെ ബാക്കി എല്ലാ ഇൻഷുറൻസിനും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒന്നാണ് ഇൻഡംനിറ്റി എന്ന് പറയുന്നത്. അതായത് നഷ്ടോത്തരവാദിത്വം. ഒരു വ്യക്തിക്ക് എന്താണോ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് അത് ഇൻഷുറൻസ് കമ്പനി തിരിച്ചു നൽകും. എന്നാൽ ലൈഫ് ഇൻഷുറൻസിൽ അത് പോസിബിൾ അല്ല. കാരണം ഒരു മരിച്ചുപോയ വ്യക്തിയെ ജീവൻ വെച്ച് കൊണ്ടുവരാൻ സാധിക്കില്ല. നാലാമത്തെ പ്രിൻസിപ്പിളാണ് സബ്റൊക്കേഷൻ. സബ്റൊക്കേഷൻ ഈസ് ദി transfer of right and remedies of the insured to the insurer who have indemnified the insurer in respect of loss. അതിനെയാണ് സബ്റൊക്കേഷൻ എന്ന് പറയുന്നത്. അതായത് റൈറ്റ് ആൻഡ് റെമഡീസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് ഓർത്തു വെച്ചാൽ മതി. അടുത്തതാണ് കോസ പ്രോക്സിമ. കോസ പ്രോക്സിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മോസ്റ്റ് ഇമ്മീഡിയറ്റ് കോസ്. അതാണ് നിങ്ങളുടെ ആൻസറിൽ ഉണ്ടാവേണ്ടത്. കോസ പ്രോക്സിമയും അതുപോലെ തന്നെ 2 മാർക്കിന് ചോദിച്ചു കാണാറുണ്ട്. കോസ പ്രോക്സിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മോസ്റ്റ് ഇമ്മീഡിയറ്റ് കോസ് വിച്ച് റിസൾട്ട് ഇൻ ടു എ ഡെഫിനിറ്റ് ലോസ്. ചിലപ്പോൾ 1 or 2 കാരണങ്ങളാൽ നമുക്ക് നഷ്ടം വരാം. നമ്മൾ എടുത്തിട്ടുള്ള ഇൻഷുറൻസ് എടുത്തിട്ടുള്ള സബ്ജക്ട് മാറ്ററിന് 1 or 2 കാരണങ്ങളാൽ നമുക്ക് എന്ത് ചെയ്യാം? നഷ്ടം വരാം. അതിൽ സമീപസ്ഥ കാരണം എടുത്തുകൊണ്ട്, ഏറ്റവും നിയറസ്റ്റ് കോസ് എടുത്തുകൊണ്ടായിരിക്കും ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യുന്നത്? അതിൻ്റെ റീപേയ്മെന്റ് കാര്യങ്ങളും നടത്തുന്നത്. അടുത്തതാണ് മിറ്റിഗേഷൻ ഓഫ് ലോസ്. മിറ്റിഗേഷൻ ഓഫ് ലോസ് മീൻസ് ടു മിനിമൈസ് ഓർ റെഡ്യൂസ് ദ സെവറിറ്റി ഓഫ് ലോസസ്. മിറ്റിഗേഷൻ ഓഫ് ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ആ ഒരു ഇൻഷുറൻസ് എടുത്ത സബ്ജക്ട് മാറ്ററിന് ഏതെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിക്കുകയാണെങ്കിൽ കൈകെട്ടി നോക്കി നിൽക്കാതെ അതിൻ്റെ നഷ്ടം ലഘൂകരിക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വീടിന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ വീടിനൊരു തീപിടുത്തം സംഭവിക്കുന്നത്. അങ്ങനെ തീപിടുത്തം സംഭവിക്കുമ്പോൾ ആ വ്യക്തി എന്ത് ചെയ്യണം? തീ അണയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയും അതുപോലെ തന്നെ ഫയർഫോഴ്സിലേക്ക് വിളിച്ച് എൻ്റെ വീടിന് തീ പിടിച്ചിട്ടുണ്ട്, ഇമ്മീഡിയറ്റ്ലി വരണമെന്നും പറയണം. അല്ലാതെ എൻ്റെ വീടിന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടല്ലോ, ഫയർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് നഷ്ടമൊന്നും വരുന്നില്ലല്ലോ, ഇൻഷുറൻസ് കമ്പനി ആ നഷ്ടം തരുമല്ലോ എന്ന് വിചാരിച്ച് വെറുതെ നിന്ന് കഴിഞ്ഞാൽ അത് ഇൻഷുറൻസ് നിയമങ്ങൾക്ക് എതിരാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിയും അദ്ദേഹത്തിന് ഒരു ലോസ് ഉണ്ടാവുകയാണെങ്കിൽ ആ ലോസ് മിനിമൈസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാനുള്ള എല്ലാ മാർഗങ്ങളും എടുക്കണം. അതാണ് മിറ്റിഗേഷൻ ഓഫ് ലോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിറ്റിഗേഷൻ ഓഫ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മിനിമൈസ് ഓർ റെഡ്യൂസ് ദ സെവറിറ്റി ഓഫ് ലോസസ്. അതായത് ഇൻഷുറൻസ് എടുത്ത വ്യക്തിക്ക് ആ ഒരു സബ്ജക്ട് മാറ്ററിന്റെ മുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ ആ നഷ്ടം ലഘൂകരിക്കാനുള്ള എല്ലാവിധ മാർഗങ്ങളും സ്വീകരിക്കേണ്ടതാണ്. അടുത്തതാണ് കോൺട്രിബ്യൂഷൻ. മൾട്ടിപ്പിൾ ഇൻഷുറൻസ് ഷെയർ ക്ലെയിം കോസ്റ്റ് പ്രൊപ്പോർഷണലി. 1 or 2 ഇൻഷുറൻസ് സെയിം സബ്ജക്ട് മാറ്ററിൽ എടുത്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീടിന് ഞാൻ 2 ഇൻഷുറൻസ് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ കാലാവധി ആകുമ്പോൾ 2 ഇൻഷുറൻസ് കമ്പനിയും എന്ത് തരില്ല? ഇൻഷുറൻസ് തരില്ല. അവർ 2 പേരും കൂടെ അതിൻ്റെ ഒരു പ്രപ്പോർഷനേറ്റ് ആണ് തരികയുള്ളൂ.
ഇനി നാലാമത്തെ എസ്സേ ആണ്. ഇത് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള എസ്സേ ആണ്. ഇത് നമ്മുടെ ടെക്സ്റ്റിലൊന്നും അധികം ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടില്ല. എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ എലുസിജേറ്റ് ഒബ്ജക്റ്റീവ്സ്, റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് LIC ആൻഡ് GIC. ഇതൊരു വലിയ എസ്സേ ആണ്. കാരണം എന്താ വെച്ചാൽ LICയുടെ ഒബ്ജക്റ്റീവും റോളും ഫംഗ്ഷനും എഴുതണം, GICയുടെ ഒബ്ജക്റ്റീവും റോളും ഫംഗ്ഷനും എഴുതണം. അപ്പോൾ വലിയൊരു എസ്സേ ആയിരുന്നു. ഇതിനേക്കാളും എളുപ്പമുള്ള മറ്റ് 3 എസ്സേ ഉണ്ടെങ്കിൽ അതിൽ 2 എഴുതുക കേട്ടോ. അപ്പോൾ ഇല്ലെങ്കിൽ നമുക്കിത് നോക്കാം. ആദ്യം തന്നെ LIC എന്താണെന്ന് നമുക്ക് നോക്കാം. LIC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. LIC ഈസ് എ സ്റ്റേറ്റ് ഓൺഡ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സ്റ്റേറ്റ് ഓൺഡ് ഇൻഷുറൻസ് കമ്പനിയാണ് LIC എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ലൈഫ് ഇൻഷുറൻസ് പോളിസീസ്. LIC വിവിധ പാറ്റേണുകളിലുള്ള അല്ലെങ്കിൽ വിവിധ സ്കീമുകളിലുള്ള ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ ടു പോളിസി ഹോൾഡേഴ്സ്. പോളിസി ഹോൾഡേഴ്സിന്, അതായത് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുള്ള ആളുകൾക്കൊരു പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയുമാണ് LIC പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ LIC എന്താണെന്ന് പഠിച്ചു. LIC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ്. LIC എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഓൺഡ് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് ഇന്ത്യയിലെ. ഇറ്റ് പ്രൊവൈഡ്സ് ലൈഫ് ഇൻഷുറൻസ് പോളിസീസ്. LIC ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. It provides financial security and protection to policy holders. ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുള്ളവർക്ക് ഒരു പ്രൊട്ടക്ഷനും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും സെക്യൂരിറ്റിയുമാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി LICയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ടു പ്രൊവൈഡ് ലൈഫ് ഇൻഷുറൻസ് കവറേജ്. ലൈഫ് ഇൻഷുറൻസ് കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നു. ടു മൊബിലൈസ് സേവിങ്സ് മൊബിലൈസ് ചെയ്യുന്നു. ടു ഓഫർ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ഓഫർ ചെയ്യുന്നു. ടു പ്രൊമോട്ട് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി പ്രൊമോട്ട് ചെയ്യുന്നു. ടു സ്പ്രെഡ് ലൈഫ് ഇൻഷുറൻസ് അവയർനെസ് എല്ലാവരിലും എത്തിക്കുന്നു. ടു പ്രൊമോട്ട് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എക്കണോമിക് ഡെവലപ്മെന്റിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് LICയുടെ ഒബ്ജക്റ്റീവ്. ഇനി LICയുടെ റോൾ എന്തൊക്കെയാണ്? LIC ഒരു ലൈഫ് ഇൻഷുററായും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനായും സോഷ്യൽ സെക്യൂരിറ്റി പ്രൊവൈഡറായിട്ടും ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ടും റിസ്ക് മാനേജറായിട്ടുമുള്ള റോള് നിർവഹിക്കുന്നു. ഇനി LICയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഇഷ്യൂയിങ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസീസ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ സ്റ്റോക്ക് ആൻഡ് ബോണ്ട്സ്, പ്രൊവൈഡിംഗ് പെൻഷൻ പ്ലാൻസ്, പ്രൊവൈഡിംഗ് റിട്ടയർമെന്റ് പ്ലാൻസ്, ഓഫറിംഗ് ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീംസ്, പേയിങ് ക്ലെയിംസ് ആൻഡ് ബെനിഫിറ്റ്സ്. ഇതൊക്കെയാണ് LICയുടെ ഫങ്ഷൻസ്. അടുത്തതാണ് GIC അഥവാ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ. GIC ഈസ് എ സ്റ്റേറ്റ് ഓൺഡ് റീ ഇൻഷുറൻസ് കമ്പനി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സ്റ്റേറ്റ് ഓൺഡ് റീ ഇൻഷുറൻസ് കമ്പനിയാണ് GIC എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് റീ ഇൻഷുറൻസ് സപ്പോർട്ട്സ് ടു ജനറൽ ഇൻഷുറൻസ് കമ്പനീസ്. ജനറൽ ഇൻഷുറൻസ് കമ്പനീസിന് ആവശ്യമായിട്ടുള്ള റീ ഇൻഷുറൻസ് സപ്പോർട്ടാണ് GIC പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊമോട്ട്സ് ഗ്രോത്ത് ഓഫ് ജനറൽ ഇൻഷുറൻസ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ജനറൽ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നതും ആരാണ്? GIC ആണ്. GICയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് റീ ഇൻഷുറൻസ് സപ്പോർട്ട്, ടു മാനേജ് റിസ്ക് ഫോർ ഇൻഷുറേഴ്സ്, ടു പ്രൊമോട്ട് ജനറൽ ഇൻഷുറൻസ് ഗ്രോത്ത്, to enhances insurance capacity, to support industry stability, to facilitate risk management, to foster industry development. GICയുടെ റോൾ എന്തൊക്കെയാണ്? റിസ്ക് ട്രാൻസ്ഫർ, ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ, കോമ്പൻസേഷൻ ഫോർ ലോസസ്, ബിസിനസ് സ്റ്റെബിലിറ്റി, പീസ് ഓഫ് മൈൻഡ്. ഫങ്ഷൻസ്: റീ ഇൻഷുറൻസ് ചെയ്യുന്നു, റിസ്ക് മാനേജ്മെന്റ്, കപ്പാസിറ്റി ബിൽഡിംഗ്, അണ്ടർ റൈറ്റിംഗ് സപ്പോർട്ട്, ഇൻഡസ്ട്രിയൽ സ്റ്റെബിലൈസേഷൻ, റിസ്ക് അസസ്മെന്റ്, ക്ലെയിം സെറ്റിൽമെന്റ് സപ്പോർട്ട്, ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. ഇനി അഞ്ചാമത്തെ എസ്സേ ആണ് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഇൻഷുറൻസ് ഇൻ ദി എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി. നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് ഇൻഷുറൻസ് നിർവഹിക്കുന്ന റോൾ എന്തൊക്കെയാണ്? ഇൻഷുറൻസിൻ്റെ ഒരു മീനിങ് എഴുതുക. നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇൻഷുറൻസിൻ്റെ റോളും അതുപോലെ ബാങ്കിൻ്റെ റോളും ഉണ്ടല്ലോ, രണ്ടും പഠിക്കാനുണ്ട്. അത് രണ്ടും സെയിം പോയിന്റ്സ് പഠിച്ചാൽ മതി കേട്ടോ, അല്ലാണ്ട് സെപ്പറേറ്റ് പഠിക്കേണ്ട. കാരണം ബാങ്ക് ആയാലും ഇൻഷുറൻസ് കമ്പനി ആയാലും രണ്ടിൻ്റെയും എക്കണോമിക് ഡെവലപ്മെൻറ്റിനുള്ള റോള് സെയിം ആണ്. റിസ്ക് മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഇൻവെസ്റ്റ്മെൻറ്റ്, ബിസിനസ് ഗ്രോത്ത്, സോഷ്യൽ സെക്യൂരിറ്റി, എൻകറേജ് സേവിങ്സ്, എൻകറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്, സപ്പോർട്ട് ട്രേഡ് ആൻഡ് കൊമേഴ്സ്, promote economic growth, support MSME, attract foreign investment, enhance financial inclusion, contribute GDP growth,
പെൻഷൻ പ്ലാൻ സപ്പോർട്ട്, റിട്ടയർമെൻറ്റ് പ്ലാൻ സപ്പോർട്ട്, ക്രെഡിറ്റ് അവൈലബിലിറ്റി, ഇതൊക്കെയാണ്. ഇനി ആറാമത്തെ എസ്സേ ആണ് എക്സ്പ്ലെയിൻ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ്. ഏതൊക്കെയാണ് വിവിധ തരത്തിലുള്ള ഇൻഷുറൻസുകൾ? ഇതിൽ തന്നെ ഓരോ ഇൻഷുറൻസും 2 മാർക്കിനും ചോദിക്കും. ഒന്നാമത്തതാണ് ഫയർ ഇൻഷുറൻസ്. ഫയർ ഇൻഷുറൻസ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് വിച്ച് പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം കോസ്റ്റ് ഇൻക്വേർഡ് ഫ്രം ഫയർ ഡ്യൂറിങ് എ സ്പെസിഫൈഡ് ടൈം. ഫയർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് തീപിടുത്തത്തിൽ ഉണ്ടാകുന്ന നഷ്ടം നികത്തി കൊടുക്കുന്നതിനെയാണ് ഫയർ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് മറൈൻ ഇൻഷുറൻസ്. Marine insurance is a type of insurance that cover losses or damages of ship or cargo from point of origin and final destination. ഒരു സാധനം അല്ലെങ്കിൽ കാർഗോ ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കപ്പൽ മാർഗം കൊണ്ടുപോകുമ്പോൾ ആ ഒരു കപ്പലിൽ വെച്ച് അതിനെന്തെങ്കിലും ലോസോ ഡാമേജോ സംഭവിക്കുകയാണെങ്കിൽ അതിനെതിരെ എടുക്കുന്ന ഇൻഷുറൻസിനെയാണ് മറൈൻ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് മെഡിക്കൽ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ്. Health insurance is a type of insurance that cover medical expenses that arises due to an illness. എന്തെങ്കിലും ഇൽനെസ് കാരണം അല്ലെങ്കിൽ അസുഖം കാരണം ഒരു വ്യക്തിക്കുണ്ടാകുന്ന മെഡിക്കൽ എക്സ്പെൻസസുകൾ കവർ ചെയ്യുന്ന ഇൻഷുറൻസ് പോളിസിയെയാണ് മെഡിക്കൽ ഇൻഷുറൻസ് അഥവാ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ജനറൽ ഇൻഷുറൻസ്. എൻ ഇൻഷുറൻസ് വിച്ച് ഈസ് നോട്ട് ലൈഫ് ഇൻഷുറൻസ് ഈസ് കോൾഡ് ജനറൽ ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസ് അല്ലാത്ത എല്ലാ ഇൻഷുറൻസ് കോൺട്രാക്റ്റുകളെയും അല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസികളെയും നമുക്ക് ജനറൽ ഇൻഷുറൻസ് എന്ന് പറയാം. അടുത്തതാണ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ഫോർ പേഴ്സണൽ ആക്സിഡൻറ്റ് ഓർ ഇൽനെസ്. ആക്സിഡൻറ്റുകൾ, അപകടങ്ങളോ അല്ലെങ്കിൽ ഇൽനെസ്, അസുഖങ്ങളോ വരുമ്പോൾ അതിനെതിരെ നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസിനെയാണ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഓട്ടോ ഇൻഷുറൻസ്. Auto insurance is a type of insurance. It helps of a repair or replacement in the event of accident. നമ്മുടെ വാഹനങ്ങൾക്ക് റിപ്പയർ നടത്താനോ അല്ലെങ്കിൽ അതിൻ്റെ റീപ്ലേസ്മെൻറ്റിനോ, അപകടം മൂലം അതിൻ്റെ റിപ്പയർ നടത്താനോ റീപ്ലേസ്മെൻറ്റ് നടത്താനോ അതിനെതിരായിട്ട് ഇൻഷുറൻസ് എടുക്കുന്നതിനെയാണ് ഓട്ടോ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഡിസബിലിറ്റി ഇൻഷുറൻസ്. It is a type of insurance. It may protect the insured from financial ruin if he has injured. ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരു അപകടം സംഭവിച്ച് അല്ലെങ്കിൽ ഇഞ്ചുറി സംഭവിച്ച് മുറിവ് സംഭവിച്ചാൽ ആ വ്യക്തിയുടെ ഫിനാൻഷ്യൽ റൂയിൻ, സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസിനെയാണ് ഡിസബിലിറ്റി ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ലോങ് ടേം കെയർ ഇൻഷുറൻസ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ഡിസൈൻഡ് ഫോർ ദോസ് ഡയഗ്നോസ്ഡ് വിത്ത് എ ക്രോണിക് ഇൽനെസ്. അതായത് വർഷങ്ങളോളം വയ്യാതെ കിടക്കുന്ന വ്യക്തിക്ക് അത്തരം വയ്യായികക്കെതിരെ എടുക്കുന്ന ഇൻഷുറൻസിനെയാണ് ലോങ് ടേം കെയർ ഇൻഷുറൻസ്. അതായത് വർഷങ്ങളായിട്ട് ബെഡിലായി പോയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും, അത്തരമുള്ള ആളുകൾ എടുക്കുന്ന ഇൻഷുറൻസ് ആണ് ലോങ് ടേം കെയർ ഇൻഷുറൻസ്. അടുത്തതാണ് ഹോം ഓണേഴ്സ് ഇൻഷുറൻസ്. It is a type of insurance which helps to cover losses of home or property due to fire, natural disaster, faulty plumbing work, bad electrical work, etc. ഹോം ഓണേഴ്സ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി വീടിനെതിരെ എടുക്കുന്ന ഇൻഷുറൻസിനെയാണ് ഹോം ഓണേഴ്സ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. തീപിടുത്തം മൂലമോ അല്ലെങ്കിൽ ഏതെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്റർ, നമുക്കറിയാം വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്റർ കാരണമോ അല്ലെങ്കിൽ ഫോൾട്ടി പ്ലംബിംഗ് വർക്കിൽ ഉണ്ടായ തകരാറ് മൂലം വീട് നശിച്ചു പോവുകയോ അല്ലെങ്കിൽ ബാഡ് ഇലക്ട്രിക് വർക്ക് കൃത്യമായിട്ട് ചെയ്യാതെ പെട്ടെന്നൊരു ഷോക്ക് കാര്യങ്ങൾ ഉണ്ടായിട്ട് വീടിൻ്റെ ഒരു ഭാഗം നശിച്ചു പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിനെതിരെ എടുക്കുന്ന ഇൻഷുറൻസിനെയാണ് ഹോം ഓണേഴ്സ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് മിസലേനിയസ് ഇൻഷുറൻസ്. മിസലേനിയസ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് അതർ ദാൻ ലൈഫ് ഇൻഷുറൻസ്. ഇറ്റ് ഇൻക്ലൂഡ് ഫയർ, മറൈൻ. അതായത് മിസലേനിയസ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് അല്ലാത്ത എല്ലാ ഇൻഷുറൻസിനെയും നമുക്ക് മിസലേനിയസ് അല്ലെങ്കിൽ ലാബിലിറ്റി ഇൻഷുറൻസ് എന്ന് പറയാം. ഫയറും മറൈനും ഒക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. അടുത്തതാണ് പ്രോപ്പർട്ടി ഇൻഷുറൻസ്. പ്രോപ്പർട്ടി ഇൻഷുറൻസ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ഓർ റിസ്ക് ഓഫ് ദ പ്രോപ്പർട്ടി. ഒരു വ്യക്തിക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിക്കെതിരെ ഇൻഷുറൻസ് എടുക്കുന്നതിനെയാണ് പ്രോപ്പർട്ടി ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഹൾ ഇൻഷുറൻസ്. ഹൾ ഇൻഷുറൻസ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് പോളിസി എസ്പെഷ്യലി ഡിസൈൻഡ് ഫോർ കവറിംഗ് ഷിപ്പ് ഡാമേജ് എക്സ്പെൻസസ്. അതായത് കടൽ മാർഗം ഒരു സാധനം മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിനെന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെതിരെ എടുക്കുന്ന ഇൻഷുറൻസിനെയാണ് ഹൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ബർഗ്ലറി ഇൻഷുറൻസ്.
ബർഗ്ലറി ഇൻഷുറൻസ് മീൻസ് ടൈപ്പ് ഓഫ് ക്രൈം ഇൻഷുറൻസ് ദാറ്റ് കവർ ലോസസ് റിസൾട്ട് ഫ്രം ബർഗ്ലറി. നമ്മുടെ സാധനങ്ങളൊക്കെ കള്ളം കട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ക്രൈം സംഭവിക്കുകയാണെങ്കിൽ അതിനെതിരെയുള്ള ഇൻഷുറൻസിനെയാണ് ബർഗ്ലറി ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം പല ഷോപ്പുകളിലും അത്തരത്തിലുള്ള ഇൻഷുറൻസ് ഉണ്ടാവാറുണ്ട്. ഇത്രയുമാണ് ഇൻഷുറൻസ് ഏരിയയിൽ നിന്ന് നമുക്ക് ചോദിക്കാവുന്ന എസ്എ ക്വസ്റ്റ്യൻസ്. എല്ലാവരും അത് നന്നായിട്ട് പഠിക്കുക. ബാങ്കിങ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.